ഇനി നമുക്ക് 2 പോർഷൻ ഈ ഗോൾഡൻ യെല്ലോ എടുക്കാം. അതേപോലെ ഒരു പോർഷൻ ക്രിംസൺ റെഡും വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെയിം ബ്രഷ് വെച്ചിട്ട് നമ്മൾ 2 കളേഴ്സ് എടുക്കാൻ പാടില്ല. 2 ബ്രഷ് വെച്ചിട്ട് വേണം കുപ്പിയിൽ നിന്ന് കളേഴ്സ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ട് അടുത്ത കളർ എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ബ്രഷ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ക്രിംസൺ റെഡും എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 2 നമ്മൾ കുപ്പി എപ്പോഴും അടച്ചു വെക്കണം, അല്ലെങ്കിൽ കളർ ഡ്രൈ ആയി പോകും. അപ്പൊ നമ്മൾ കുപ്പി നല്ലോണം കളർ എടുത്തു കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക. അപ്പൊ ഞാൻ എന്റെ കുപ്പിയൊക്കെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 കളേഴ്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ കണ്ടു നമുക്ക് ഈ ഓറഞ്ച് ഷെയ്ഡ് കിട്ടിയത്. നമ്മൾ ഈ സ്കാർലറ്റ് ലേക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ 2 കളേഴ്സ് ക്രിംസൺ റെഡും ഗോൾഡൻ യെല്ലോവും മിക്സ് ചെയ്തിട്ട് ഈ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കി. ഇനി 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓറഞ്ച് വാഷാണ്. അതിന് ഈ ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ കൊടുക്കണം. അതിന് നേരത്തെ പോലെ കുറച്ച് ഡൈല്യൂട്ട് ആക്കാൻ വേണ്ടിയിട്ട് ബ്രഷിന്റെ ടിപ്പ് കൊണ്ട് 2 തുള്ളി വെള്ളം അതിൽ നമ്മൾ ഒറ്റിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പിക്ചറിന് വാഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ റൗണ്ട് ബ്രഷ് വെച്ചാണ് ചെയ്യുന്നത്. റൗണ്ട് ബ്രഷ് എന്ന് പറയുന്നത് ഇതിന്റെ പോയിന്റ് 4 ആണ്. നമ്മൾ നീറ്റായിട്ട് വാഷ് ചെയ്ത് എടുക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ 3rd സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാനായി. ഈ ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഈ ഫിഗറിനെ വാഷ് ചെയ്തെടുക്കുന്നതാണ് 3rd സ്റ്റെപ്പ്. അതിന് പറയുന്ന ഓറഞ്ച് വാഷാണ്. നമ്മൾ യൂസ് ചെയ്ത ഏതൊക്കെ കളേഴ്സാണ്? ക്രിംസൺ റെഡും ഗോൾഡൻ യെല്ലോവും 2:1 പ്രപ്പോർഷനിൽ. 2 പോർഷൻ ഗോൾഡൻ യെല്ലോ ആണെങ്കിൽ 1 പോർഷൻ ക്രിംസൺ റെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് റൗണ്ട് ബ്രഷ് 0.4 വെച്ചിട്ടുള്ള റൗണ്ട് ബ്രഷ് വെച്ചാണ് നമ്മൾ ഈ ഫിഗർ വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ ഓറഞ്ച് വാഷും കംപ്ലീറ്റ് ആയി. 3rd സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി.